സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഗ്രീൻ അലർട്ട് ആണെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിഞ്ഞു. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ആ വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ പേരിയ, നെടുമ്പൊയിൽ ചുരം വഴി പോകണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കുറേ നാളായി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി ഇവിടെ തന്നെ സ്ഥിരതാമസമാണ്. തിരിച്ചു പോകുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും യന്ത്ര തകരാർ പരിഹരിച്ച ബ്രിട്ടീഷ് യുദ്ധവിമാനം ഒടുവിൽ യാത്രയ്ക്കൊരുങ്ങുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. F-35B നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും. പാർക്കിംഗ് ഫീസ് ഇനത്തിൽ മാത്രം 8 ലക്ഷത്തിലധികം രൂപയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതോടെ ലഭിക്കുക. വിമാനത്തിന് സുരക്ഷ ഉറപ്പുവരുത്തിയ ഇന്ത്യൻ അധികൃതർക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് തകരാറുകളെല്ലാം പരിഹരിച്ച് F-35B യുദ്ധവിമാനം നാളെ വീണ്ടും ബ്രിട്ടന്റെ പടക്കളത്തിലേക്ക്. കഴിഞ്ഞ ജൂൺ 14 ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സേഫ് ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറിനെ തുടർന്ന് തിരിച്ചു പറക്കാൻ കഴിയാത്ത സ്ഥിതിയായി. F-35 യുദ്ധവിമാനത്തിലെ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യം തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെയാണ് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ ആധുനിക യന്ത്രങ്ങളുമായി വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്നെത്തിയത്. റോയൽ എയർഫോഴ്സിന്റെ 17-അംഗ വിദഗ്ധ സംഘമാണ് ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സാങ്കേതിക തകരാർ പരിഹരിച്ചത്. യുദ്ധവിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ 8 ലക്ഷത്തിലധികം രൂപയാകും തിരുവനന്തപുരം വിമാനത്താവളത്തിന് ലഭിക്കുക. പ്രതിദിനം 26,261 രൂപയാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. പശ്ചിമേഷ്യ വഴിയാകും യുദ്ധവിമാനം UK-യിലേക്ക് മടങ്ങുകയെന്നാണ് വിവരം. അതീവ സുരക്ഷയാണ് F-35 യുദ്ധവിമാനത്തിന് CRPF ഒരുക്കിയത്. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ അധികൃതർക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഔദ്യോഗികമായി നന്ദി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.